ഹായ് ഗൈസ്, PSC ബേക്കോൺസിൽ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോകാഡ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓട്ടോകാഡ് കമാൻഡുകൾ നമ്മൾ എന്തൊക്കെ ടൈപ്പിൽ നമുക്ക് കമാൻഡുകൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 തരത്തിലാണ് നമ്മൾ ഓട്ടോകാഡിൽ കമാൻഡ്സ് കൊടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് കീബോർഡിൽ നമുക്ക് ഷോർട്ട് കീസ് ടൈപ്പ് ചെയ്തിട്ട് കമാൻഡ് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കമാൻഡ്സുകൾ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. തേർഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൂൾ ബാഴ്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമാൻഡുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 3 തരത്തിലാണ് നമുക്ക് കമാൻഡുകൾ യൂസ് ചെയ്യാൻ പറ്റുക. PSCക്ക് ഇടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ഓപ്ഷനും തരും, 4ാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവും തരും. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണം കമാൻഡുകൾ ചൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഷോർട്ട് കീസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ കമാൻഡാണ് ലിമിറ്റ്സിൻ്റെ ഷോർട്ട് കീ ലിമിറ്റ് തന്നെയാണ്. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ്സ് യൂസ് ചെയ്യുക. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് തന്നെയാണ് അതിൻ്റെ ഷോർട്ട് കീ. അതായത് ഷോർട്ട് കീ അടിക്കുക, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീബോർഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ കമാൻഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ്സ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിസിഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് L ആണ്. ലൈൻ നമുക്കറിയാം, സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. സർക്കിളിൻ്റെ ഷോർട്ട് കീ C ഫോർ ഡ്രോയിങ് സർക്കിൾസ്. റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ട് കീ REC. എന്തിനു വേണ്ടിയിട്ടാണ്, റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇറേസ്, നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ച് നമുക്കത് ഇറേസ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇറേസിൻ്റെ ഓപ്ഷൻ കിട്ടും. നെക്സ്റ്റ് കോപ്പിയുടെ ഷോർട്ട് കീ എന്ന് പറയുന്നത് CO, കീബോർഡിൽ CO അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മിറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചു, അതേ സെയിം സാധനം തന്നെ നമുക്ക് അതിൻ്റെ മിററായിട്ട് ഒരു കോപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, MI എൻ്റർ അടിച്ചാൽ മതി. നെക്സ്റ്റ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M എൻ്റർ. ഓക്കെ, മൂവ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. റൊട്ടേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഒരു വരച്ച ഒബ്ജക്റ്റിനെ അതിൻ്റെ പൊസിഷൻ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, R എൻ്റർ അടിച്ചാൽ മതി. നെക്സ്റ്റ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, SC അടിക്കുക, എൻ്റർ അടിക്കുക. സ്കെയിൽ ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചു, അതിന് നമ്മുടെ ഡയമെൻഷൻസ് ഒന്നും മാറാതെ സ്കെയിൽ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാനാണ്, റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ വരച്ചു, ഇപ്പോൾ ഏതെങ്കിലും 2 ലൈൻസിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു ലൈൻ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി, അതിന് TR എൻ്റർ. നെക്സ്റ്റ് എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EX എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ്. അപ്പോൾ ഏതെങ്കിലും ലൈൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, EX എൻ്റർ അടിച്ചിട്ട് ആ ലൈൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരച്ചു, 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 2 ലൈൻ വരച്ചു, അതേ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് കുറേ ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഓഫ്സെറ്റ് എടുത്താൽ മതി, അതിന് O എൻ്റർ അടിച്ചാൽ മതി. പാരലൽ ആയിട്ടുള്ള കോപ്പീസ്, ഒരേ ഡിസ്റ്റൻസിൽ പാരലൽ ആയിട്ടുള്ള കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഫില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F എൻ്റർ അടിച്ചാൽ ഫില്ലറ്റ് കിട്ടും. ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, നമുക്ക് കോർണറായിട്ട് വരുന്ന കോർണറുകളേനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കർവ് ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ചാംഫർ എന്ന് പറഞ്ഞാൽ CHA എൻ്റർ. ചാംഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറായിട്ട് വരുന്ന സൈഡുകളെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക, 45 ഡിഗ്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ ചാംഫർ എന്ന് പറയുക. നെക്സ്റ്റ് എക്സ്പ്ലോഡിനെ X എൻ്റർ. എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പല പീസസ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോഡ് എന്ന് പറയുക. സൂം Z എൻ്റർ. പാൻ P എൻ്റർ. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാൻ യൂസ് ചെയ്യുന്നത്. ലെയർ എന്ന് പറഞ്ഞാൽ LA എൻ്റർ. എന്തിനാണെന്ന് വെച്ചാൽ മാനേജ് ആൻഡ് ഓർഗനൈസ് ലെയേഴ്സ്, ഓരോ ലെയറുകളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ എൻ്റർ അടിക്കുക. ഇതാണ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കുലർ അറേ ഉണ്ട്, പാത്ത് അറേ ഉണ്ട്, പോളാർ അറേ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, റെക്റ്റാങ്കുലർ അറേ, ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു, ഇതിൽ നമുക്ക് കുറേ കോപ്പികൾ എടുക്കണം. അത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് കോപ്പീസ് എടുക്കുന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കുലർ അറേ കൊടുത്താൽ മതി. അതേസമയം നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചു, ഇനി നമുക്ക് നമുക്കൊരു പാത്ത് ഉണ്ട്, ആ പാത്ത് കൂടെ വേണം നമുക്ക് ആ കോപ്പി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പാത്ത് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്തിൽ കൂടെ എന്ത് ചെയ്യും, നമ്മൾ വരച്ച സർക്കിൾസിൻ്റെ കോപ്പീസ് വരും. നെക്സ്റ്റ് പോളാർ അറേ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ കോപ്പി ഒരു സർക്കിളിൻ്റെ ചുറ്റോറായിട്ടാണ് നമുക്കത് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക, അപ്പോൾ ആ സർക്കിളിൻ്റെ ചുറ്റോറായിട്ടായിരിക്കും എന്ത് വരിക, അതിൻ്റെ അറേ വരിക. ഡ്യൂപ്ലിക്കേറ്റ് ഒബ്ജക്ട്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി T എൻ്റർ.
DT എൻ്റർ, ഡൈനാമിക് സിംഗിൾ ലൈൻ ടെക്സ്റ്റ്. നമുക്ക് സിംഗിൾ ലൈൻസിലായിട്ടായിരിക്കും ടെക്സ്റ്റ് എടുക്കാൻ പറ്റുക. മൾട്ടി ലൈൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലൈൻസിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. empty എൻ്റർ. ഹാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യില്ലേ, പലതരത്തിലുള്ള ഷെയ്ഡുകളുണ്ട്, അതിനാണ് നമ്മൾ ഹാച്ച് എന്ന് പറയുക. ഡയമെൻഷൻ DIM. പ്രോപ്പർട്ടീസ് PR എൻ്റർ. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു, അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അറിയേണ്ടതാണ് പ്രോപ്പർട്ടീസ്. ബ്ലോക്ക്, നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചു, അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോറ് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡയമെൻഷൻ ഉണ്ടാവും ഒരു ഡോറിനല്ലേ. അപ്പോൾ ഒരു ഡോറ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യുക, ഒരു ബ്ലോക്കാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ എപ്പോഴെങ്കിലും വരയ്ക്കുമ്പോൾ ഈ ബ്ലോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡോറുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ B എൻ്റർ. നെക്സ്റ്റ് ഇൻസേർട്ട് I എൻ്റർ. എന്തെങ്കിലും ഡ്രോയിങ്സോ എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ I എൻ്റർ കൊടുത്താൽ മതി. അൺഡു U എൻ്റർ. റീഅൺഡു Ctrl+Y. ഇതൊക്കെ നമുക്ക് മുന്നേ അറിയണതാണ്. സേവ് പറയാൻ Ctrl+S. ഓപ്പൺ Ctrl+O. ന്യൂ Ctrl+N. പ്രിൻറ്റ് ഓർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ പ്ലോട്ട്. ഇത് എക്സാമിന് ചോദിക്കേണ്ടതാണ്, പ്രിൻറ്റിൻ്റെ കമൻറ്റ് എന്താണ്. കൂടുതൽ പേരും പ്രിൻറ്റ് എന്ന് അടിച്ചു കൊടുക്കും, പ്ലോട്ട് എന്നാണ് കൊടുക്കേണ്ടത് ഷോർട്ട് കീ. ഓക്കെ. ഇനി ലെയർ നമ്മൾ നേരത്തെ നോക്കിയതാണ്, അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. ലെയർ എന്ന് പറഞ്ഞാൽ LA എൻ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പൺ ലെയർ പ്രോപ്പർട്ടി മാനേജർ ടു കൺട്രോൾ ഓൾ ലെയേഴ്സ്. എല്ലാ ലെയേഴ്സിനും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഹെൽപ്പ് ടു ഓർഗനൈസ്, കൺട്രോൾ വിസിബിലിറ്റി, കളർ, ലൈൻ ടൈപ്പ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ ഡ്രോയിങ്. നമ്മളൊരു ഡ്രോയിങ്, വലിയൊരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബിൽഡിങ്സിൻ്റെ പ്ലാനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഓരോന്നും ഓരോ കളറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ വാട്ടർ ലൈൻസ് പോകുന്നത് ഒരു കളറിലായിരിക്കും, ഗ്യാസ് ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ അത് വേറെ കളറിലായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ കളർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് പൈപ്പ് ലൈൻസ് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലെയേഴ്സിൽ പോയിട്ട് പൈപ്പ് ലൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻസിന് കൊടുത്ത കളറുകൾ മാത്രമേ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കൂടിയിട്ടാണ് നമ്മൾ ലെയർ യൂസ് ചെയ്യുന്നത്. സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S എൻ്റർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിനെ ലെങ്തൻ ചെയ്യാനോ ഷോർട്ടൻ ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ച് യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കീ ഫങ്ഷൻസ്. നമുക്ക് കീ ഫങ്ഷൻസ് നമ്മൾ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കീ ഫങ്ഷൻസ് ഏതാ, F1 മുതൽ F9 വരെ മുകളിൽ നമുക്ക് കീകൾ കാണാം. അതിനാണ് നമ്മൾ കീ ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഓരോ കീയ്ക്കും ഓരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഫസ്റ്റ് F1 നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും AutoCAD റിലേറ്റഡ് എന്തെങ്കിലും ഹെൽപ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് F1 എൻ്റർ ചെയ്താൽ മതി. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് വിൻഡോ, നമ്മൾ അടിയിൽ കമാൻഡ് ബാർസ് കാണില്ലേ, അതാണ് F2. F3 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചു, അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ്, മിഡ് പോയിൻറ്റ്, സെൻറ്റർ പോയിൻറ്റ്, ഇതൊക്കെ നമുക്ക് ഡിസേബിൾ ചെയ്യാം, എനേബിൾ ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ F3 വെച്ചിട്ട് ആണ് ചെയ്യുക. ഒബ്ജക്റ്റ് സ്നാപ്പ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. F4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D റിലേറ്റഡ് ആണ്, 3D ഒബ്ജക്റ്റ് സ്നാപ്പാണ്, 3Dയിൽ വരുന്ന ഒബ്ജക്റ്റ് സ്നാപ്പുകൾ. F5 എന്ന് പറഞ്ഞാൽ ഐസോപ്ലെയിൻ ടോഗിൾസ്, ദാറ്റ് ഈസ് ഓൾസോ എ 3D പ്രോപ്പർട്ടി. F6 എന്ന് പറഞ്ഞാൽ ഡൈനാമിക് UCS. F7 എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഡിസ്പ്ലേ. നമ്മൾ AutoCAD എടുക്കുന്ന സമയത്ത് കുറേ കള്ളികളായിട്ട് കാണും, നമുക്ക് ആ ഗ്രിഡുകൾ വേണമെങ്കിൽ F7 ഓൺ ആക്കി ഇട്ടാൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ F7 നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിടാം, അപ്പോൾ ഗ്രിഡ് ഓഫ് ആവും. F8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ മോഡ്. F8 ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കേഴ്സർ നീക്കണ സമയത്ത് അത് പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രമേ നമുക്ക് നീക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ F8 ഓർത്തോ മോഡ് ഓൺ ആക്കിയിട്ടാണ് ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ ലൈന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ നീങ്ങുള്ളൂ. ഓക്കെ. F8 ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ആ ലൈൻസിനെ മൂവ് ചെയ്യാൻ പറ്റും. F9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്പ് മോഡ്. റെസ്ട്രിക്റ്റ് കേഴ്സർ, നമ്മൾ കേഴ്സർ മൂവ്മെൻറ്റ് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോ ഇൻ്റർവെൽ വെച്ചിട്ട്. അപ്പോൾ അതാണ് സ്നാപ്പ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് PSCക്ക് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ ഈ കീ ഫങ്ഷൻസ് എന്താണ്, അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചർ എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഈ F8 ഓർത്തോ മോഡ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് സ്നാപ്പൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ AutoCADനെ കുറിച്ചുള്ള ഈ കമൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ഫ്രം PSC Bacons.